രാമങ്കരിൽ പുതിരംഗത്തേക്കുന്നയാളാണ്. 1988 ഞാൻ CPMന്റെ രാമങ്കരിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അപ്പോൾ അത്രയ്ക്ക് എനിക്ക് പരിചയവും കാര്യങ്ങളും ഈ രാമങ്കരിലുണ്ട്. എനിക്ക് മത്സരിക്കാനും പ്രസിഡന്റാകാനും കഴിയുന്ന നിരവധി സന്ദർഭങ്ങൾ രാമങ്കരിലുണ്ടായിരുന്നു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് നിന്നയാളാണ്. അധികാരം ഒരു പ്രശ്നമേ അല്ല. പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ CPI വൈസ് പ്രസിഡന്റും കോൺഗ്രസ് പ്രസിഡന്റും എന്ന് പറയുന്നത് അത് യാദൃശ്ചികമാണ്. ഞങ്ങൾ വൈസ് പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ ചെല്ലുന്നത് തോക്കാൻ ചെന്നപ്പോൾ കുറച്ച് പേര് വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിച്ചു. ഒന്നും ആവശ്യപ്പെട്ടതല്ല. മറ്റേതങ്ങനല്ല. ഒരു പേപ്പറിൽ 8 പേര് ഒപ്പിട്ടിട്ടാണ് എന്നെ പുറത്താക്കിയത്. അപ്പൊ ഈ തർക്കം തന്നെയാണ് ഇപ്പോഴുള്ള ഈ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് തർക്കം അതല്ല. ഇപ്പൊ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അതെല്ലാം വിട്ടു, പഴയ കാര്യങ്ങളാണ്, അതെല്ലാം മറന്നേക്ക്. ഇപ്പൊ സീറ്റ് ചർച്ച നടന്നു. സീറ്റ് ചർച്ചയിൽ ന്യായമായ മാന്യമായ നിലപാട് CPMന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട സീറ്റ് മുഴുവൻ തരിക എന്നുള്ളതല്ല, ഒരു ചർച്ച മാന്യമായി നടക്കണ്ട. അതൊന്നും നടന്നില്ല. നടക്കാതെ വന്നപ്പം സ്വാഭാവികമായിട്ട് ഇപ്പോൾ CPIക്ക് മത്സരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രാമങ്കലിലുണ്ട്. ജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ ഞങ്ങൾ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. ആ സീറ്റുകളിൽ ഉറപ്പായിട്ട് ഞങ്ങൾ ജയിക്കും എന്ന 100% വിശ്വാസം. അപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അശോക് കുമാർ ഈ വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഇത് നേർ ഫൈറ്റിലേക്ക് പോവാതെ സെറ്റിൽ ചെയ്യാമായിരുന്നില്ലേ? സ്ഥാനാർത്ഥിയാണ്. എനിക്ക് ഇവിടുത്തെ വികസന കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ കൂടുതൽ പറയാനുള്ളത്. കാരണം നമ്മള് നിലവിലെ മെമ്പർ അല്ലല്ലോ അല്ലേ? നിലവിലെ മെമ്പർ ഒരു ടൈം മുമ്പ് മെമ്പറായിരുന്നു. ഇപ്പം CPM സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് വികസന കാര്യങ്ങൾ, സംസ്ഥാന ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ, ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ, ഇതൊക്കെ ഈ നമുക്ക് വലിപ്പം കൂട്ടണം അല്ലേ? തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു നല്ല വണ്ടി കയറുന്ന രീതിയിലുള്ള കൂട്ടം, അതൊക്കെ ഇപ്പൊ ചർച്ച നടത്തണ്ടേ? അതൊക്കെ ആവശ്യം അല്ല. മറ്റേത് ഈ രാഷ്ട്രീയമായിട്ടുള്ളത് കഴിഞ്ഞു. അതങ്ങനെ പലയിടത്തും അങ്ങനെ ചെറിയൊരു സംഭവം ഉണ്ട്. അതൊക്കെ ഒരു ചെറിയ സംഭവമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. വികസനമാണ് ഇപ്പം ചർച്ച ചെയ്യുന്നത്. ഞങ്ങള് ചെയ്ത കാര്യങ്ങൾ ഇവിടുത്തെ സാധാരണ തൊഴിലാളികൾക്ക് ഉള്ള കൂലിവേതനം അടക്കമുള്ള ചെയ്ത് CPMന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. പെൻഷൻ അനുവദിച്ചു, കൃഷിക്കാർക്ക് നെല്ലിന് വില കൂട്ടി, ഇവിടെ അടിസ്ഥാന വികസനങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഇതെല്ലാമാണ്. പിന്നെ അടിയന്തര സ്ഥിരമായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അതിന് പാർട്ടി പ്രവർത്തകർ സാധാരണക്കാർ ഒന്നിച്ച് നല്ല പരിഹാരം ഉണ്ടാവും. അങ്ങനെയുള്ള ഓരോ ചെറിയ പ്രശ്നങ്ങളിലാണ് ഞങ്ങൾ പ്രചരണം ഊന്നുന്നത്. അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ഇവിടെയുണ്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. പേര് രമ്യ സജീവൻ. എങ്ങനെ കാണുന്നു ഈ മത്സരത്തെ? വലിയൊരു ഫൈറ്റ് ആയിരിക്കുമല്ലോ. അത് മാത്രമല്ല, ഇതുപോലെയുള്ള ചില തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, അതൊക്കെ ഒരു എതിരാകാൻ, എന്തെങ്കിലും ഒരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ കാലത്ത് 5 വർഷമായിട്ട് ഞാൻ ഇവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു. അപ്പം എൻ്റെ വാർഡിൽ ചെയ്തിട്ടുള്ള വികസന കാര്യങ്ങളും വാർഡിൽ ചെയ്തിട്ടുള്ള നേട്ടങ്ങളും എൻ്റെ ജനങ്ങളാണ് എനിക്ക് പിന്തുണയായിട്ട് ഉള്ളത്. അപ്പം ഞാനത് മത്സരമായിട്ട് കാണുന്നില്ല. എന്നാൽ പോലും നല്ല രീതിയിലുള്ള വിജയം ഇവിടുണ്ടാവും. ഇവിടുത്തെ എന്തൊക്കെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിയാണ് ഇപ്പോൾ വോട്ട് തേടുന്നത്? ഇപ്പം നമ്മൾ ജനകീയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു അവിശ്വാസത്തിന് ശേഷം ഇവരുടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ നമുക്കൊരു 80 ലക്ഷം രൂപയോളം നഷ്ടപ്പെടുകയുണ്ടായിരുന്നു. പല റോഡ് വർക്കുകളും നടക്കാതെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓരോ വീടുകളിലും വോട്ട് ചെയ്ത് ചെല്ലുമ്പോൾ തന്നെ അവർ പറയുന്നു ഞങ്ങളുടെ ആ റോഡ് നടന്നില്ല. നമ്മൾ ടെൻഡർ വെച്ചാൽ പോലും ഒരു കോൺട്രാക്ട് വന്നാൽ പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നത്. ദിവ്യ, ഇതിനിടയിൽ ചുളുവിൽ ഭരണം കിട്ടിയ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായി കോൺഗ്രസിന്റെ കയ്യിൽ ഭരണം കിട്ടി. അപ്പൊ ഈ ഭരണം പരാജയമായിരുന്നു എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പൂർണ്ണമായി ഭരിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നോ? ഭരണം പരാജയമായിരുന്നു ആര് പറഞ്ഞത് എനിക്കറിയത്തില്ല. അത് സ്വാഭാവികമായി പറഞ്ഞവർക്കറിയാവുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകൊണ്ട് അവർക്ക് ഭരിക്കാൻ പറ്റുന്നില്ലെന്ന്. അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് പറയുന്ന നിലയിലേക്ക് ഞങ്ങൾ പോയതല്ലല്ലോ. ഞങ്ങളൊരു അവിശുദ്ധ കൂട്ടുകെട്ടിനും പോയില്ല. നമുക്കിപ്പോ സ്വാഭാവികമായി വീട് കിട്ടുന്ന ഒരു മാമ്പഴം എടുക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നാണ് ആരാത് പറയുന്നേ. അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒന്നും പറയാൻ പറ്റുമോ. അപ്പോ 10-26 വർഷക്കാലമായി കോൺഗ്രസ് അധികാരത്തിന് പുറത്തായിരുന്ന കോൺഗ്രസിനൊരു സാഹചര്യം വന്നപ്പോ കോൺഗ്രസ് ആ നിലപാടെടുത്തു. അതായത് ഞങ്ങൾക്ക് പ്രത്യേകമായി ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അവരുടെ CPMലുണ്ടായ ആഭ്യന്തര കലഹം അതാണ് അതിന്റെ അടിസ്ഥാന കാരണം. അല്ല, CPM അടിസ്ഥാന കലഹം ഉണ്ടായത് അവർ തന്നെ ഒളിച്ചു വെക്കുക. 2 കൂട്ടർ അവർ ഒളിച്ചു വെക്കുക. അവരുടെ ആഭ്യന്തര കലഹത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു അവസരമാണ്. തർക്കം കൊണ്ട് ഒരു 80 ലക്ഷത്തോളം രൂപ നഷ്ടമായെന്നൊക്കെ പറയുന്നു. ആരുടെയാണെന്ന് എനിക്കറിയത്തില്ല. വികസനത്തിന്റെ കാര്യത്തില് മൊത്തത്തിൽ LDF ഗവൺമെന്റ്, സംസ്ഥാനം ഭരിക്കുന്ന LDF ഗവൺമെന്റ് പ്ലാൻ ഫണ്ട് എന്തുമാത്രം വെട്ടിക്കുറച്ചു? എത്രമാത്രം പ്ലാൻ ഫണ്ടാണ് വെട്ടിക്കുറച്ചത്? ഞാൻ പഞ്ചായത്ത് മെമ്പറായി ദീർഘകാലം 10-20 വർഷക്കാലമായിരുന്ന ആളാണ്. പല ഗവൺമെന്റുകൾ, കേരളത്തിലെ പല ഗവൺമെന്റുകൾ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോഴൊക്കെയും ഉണ്ടായിരുന്ന പ്ലാൻ ഫണ്ടിലുണ്ടായ ക്രമാതീതമായ കുറവ്
അതാണ് യഥാർത്ഥത്തിൽ വികസനത്തെ അപ്പൊ തടസ്സപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ മാമ്പഴം ഒന്ന് വീണ് കിട്ടി, ഇത്തവണ വീഴാതെ നേർക്ക് നേർ ഫൈറ്റ് ചെയ്ത് സംശയമില്ല. ഇത് ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി വോട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. അതായത് ശരിയായ ഭൂരിപക്ഷത്തോടെ ഈ പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണക്രമം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിവിടെ സംഭവിക്കുകയും ചെയ്യും. പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചു എന്ന് പറയുന്ന അടിസ്ഥാനരഹിതമാണ്. ഏറ്റവും അധികം പ്ലാൻ ഫണ്ട് കൊടുത്ത കാലമാണ് ഈ രണ്ടാം LDF ഗവൺമെന്റിന്റെ കാലം. ഒരു വെട്ടിക്കുറവും വരുത്തിയിട്ടില്ല. കയ്യിലിരിപ്പ് കൊണ്ട് 80 ലക്ഷം രൂപ ലാപ്സായിപ്പോയി. ശരി. അപ്പൊ കയ്യിലിരിപ്പ് കൊണ്ടുപോയത് സ്ഥാനമാനങ്ങളാ. ഇവിടുത്തെ ഫണ്ടൊന്നും പോയില്ല. ഒരിക്കലും അത് ശരിയല്ല. CPM സമരം നടത്തിയാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത്. ചോദിച്ചാൽ മതി എന്തിനാ പ്ലാൻ ഫണ്ട് പോയത്.